എന്തിനായിട്ടാ മുടിയൊക്കെ ചെയ്യുന്നേ? വീഡിയോക്ക് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പ്. നിങ്ങളെ പോലെ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും മറ്റേ ക്രീമും മച്ച ക്രീമും ഒന്നും ഇടുന്നില്ലേ, ജസ്റ്റ് ഒന്ന് മുടി ഇരുന്നില്ലല്ലോ. അതിനുള്ള അവകാശം പോലും ഇല്ല എനിക്ക്. വേണ്ടായിരുന്നു, ചോദിച്ചു മേടിച്ചു. എന്താ തലയെക്കെട്ടൊക്കെ കെട്ടിയിരിക്കുന്നേ? ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ലുക്ക് നിങ്ങൾ മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വീണ്ടും ആ രൂപത്തിലേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താ പറയുക, ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. പല പ്രാവശ്യമായിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പും ഇതുപോലെ ഒരു വേഷത്തിൽ ഞാൻ കുക്ക് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ ഈ കുക്കിങ്ങിന് എന്നെ ഇൻസ്പയർ ചെയ്തത് ഒരു സിനിമയാണ്. ഞാൻ ഇന്നലെ യാദൃശ്ചികമായി നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കണ്ടു, ഷെഫ് അന്നപൂർണി. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കൊന്ന് ഷെഫായാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഷെഫിൻ്റെതായ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു വിഭവം നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. സംഭവം മട്ടൺ വെച്ചിട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും മട്ടൺ വെച്ചിട്ട് ഇന്നേ വരെ, മട്ടനും പോർക്കും വെച്ച് ഇന്നേ വരെ കുക്ക് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോയോ അല്ലെങ്കിൽ വീട്ടിൽ പോയോ കഴിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും മട്ടൺ ഇന്നേ വരെ വെച്ചിട്ടില്ല. അപ്പോൾ മട്ടൺ വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ആദ്യം തന്നെ മട്ടൻ്റെ സംഭവങ്ങൾ, കറി, അങ്ങനത്തെ റോസ്റ്റ് സംഭവങ്ങളൊന്നും ചെയ്ത് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഞങ്ങൾ ആദ്യം ലിവർ മേടിച്ചു. അപ്പോൾ ലിവറിന് മുമ്പായിട്ട് ഞങ്ങൾ ആദ്യം സിമ്പിളായിട്ട്, നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള സൂപ്പ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ബോൺസൊക്കെ മേടിച്ച് ഇന്നലെ ലുലുവിൽ പോയിട്ട് നമ്മൾ ബോൺസൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങൾ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ട് അതിൽ നിന്ന് ഇൻസ്പയറായ ഒരു വീഡിയോയിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ കണ്ടന്റുകൾ മുഴുവൻ എടുത്ത് ഞങ്ങൾ ഇന്ന് ലൈഫിൽ ആദ്യമായി മട്ടൺ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് മുടിയല്ല, ഇത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയർക്കുമ്പോൾ, ഇപ്പം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വയർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒപ്പാനുള്ളതാണ്. ഇനി മട്ടൺ ഉണ്ടാക്കാൻ പോകണം. അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായി A to Z കുക്കിങ്ങിൻ്റെ A to Z ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, കമോൺ ഗൈസ്. അപ്പൊ ഏട്ടനാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആര് ചെയ്താലും രണ്ടാൾക്കും ഒന്നും അറിയില്ല. അപ്പൊ രണ്ടാളുടെയും പരീക്ഷണമാണ്. പരീക്ഷണം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കാം. പിന്നെന്താണ് പറയാനുള്ളത്? ഫുൾ മാസ്റ്റർ കുക്ക് എന്നായിട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ കൊടുക്കാം, അങ്ങനത്തെ പണി മാത്രം. അപ്പോൾ നമ്മൾ അതിന് നമ്മളെ കണ്ടന്റുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം മനസ്സിലാക്കി മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളിവിടെ മനപ്പാടമാക്കിയെങ്കിലും നമ്മൾ പരീക്ഷ സമയങ്ങളിൽ നമ്മൾ നന്നായി പഠിച്ച് മനപ്പാടമാക്കിയെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പൊ പെട്ടെന്ന് നമുക്കത് വിട്ടുപോയാൽ ഓർത്ത് വെക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പേപ്പറിൽ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഇല്ല, ഇത് ഒരു കലയാണ്. അതായത് നമ്മുടെ മെമ്മറിയെ നമ്മൾ ഇത് ചെയ്യാൻ. ഇത്ര വലിയ ഷീറ്റിലൊക്കെ കോപ്പി അടിക്കുമോ? അന്ന് ഞങ്ങളത് വെച്ചാൽ ചെറിയ ഇതിൽ ഫോട്ടോ കോപ്പി എടുക്കും. മൈക്രോ ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. ഇതിപ്പോ ഞാൻ അത് കാണിക്കരുത്. അപ്പം ഞാനിത് മട്ടൺ സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് എത്രയുള്ളൂ കണ്ടോ. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം ഇത്രയും വലിയൊരു സൂപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അത് ഞാൻ ഒറ്റ പേജിൽ ഒതുക്കി കണ്ട. ഒറ്റ പേജിൽ ഞാൻ എനിക്ക് അങ്ങനെ ചെറിയൊരു ശീലം എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു വെച്ചതാണ്. അത് കാണിക്കരുത്. എന്ന് സ്വന്തം ഷെഫ് റേഞ്ച്. അപ്പോൾ ഞാൻ അങ്ങനെ ഷെഫ് റേജിൻ്റെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്ഥിരമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യമായി ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് മട്ടനാണ്. അത് നമ്മളിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. ഞാനപ്പോൾ ക്യാമറ കൈമാറുകയാണ്. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻഗ്രീഡിയൻസ് വെച്ചിരിക്കുകയാണ്. ക്യാമറ തിരിക്കും. ഇതാണ് നമ്മുടെ മട്ടൻ. ഇത് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കി ഇഞ്ചി, ഗാർലിക്, ഉള്ളി, പട്ട, ഇത് ഒരു ഇല, ബേ ലീഫ്, പിന്നെ കുരുമുളക്, ഇത് കരിയാമ്പൂവ്, ഇത് ഏലക്ക, ഇത് ജീരകം. എന്ത് ജീരകം? നോർമൽ ജീരകം. ഇത് നോർമൽ ജീരകം. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇതെന്തായിരുന്നു? മസാലപ്പൊടിയോ? മല്ലിപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് റോക്ക് സോൾട്ട്, ഉപ്പ്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇടിച്ച് ചതച്ച് ഇടാനുള്ള സാമാനം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിവിധമായ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച്
വലിപ്പത്തിലുള്ള ഒരു കുക്കറാണ്. അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ ആദ്യമായി മട്ടൺ ഡാലോ, മട്ടൺ ഇടുകയാണ് നമുക്കിവിടെ വേണ്ടത്. 5 ലിറ്ററിന്റെ കുക്കറിൽ മട്ടൺ വിത്ത് ബ്രൗൺസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പഠിച്ച മെമ്മറീസ് ഒന്നും കൂടി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഈ മട്ടനൊക്കെ എല്ലിൻ്റെ ഇതാണ് നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത്. നമ്മൾ എല്ലിൻ്റെതല്ല, കാലിൽ മാംസം ഇല്ലാത്ത എല്ലിന്റെ പോർഷനാണ് എടുത്തിരിക്കുന്നത് എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. ഈ ഷെഫിനെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഷെഫിനെ കാണിക്കൂ, ഇത് കാണിച്ചു കൊടുക്കട്ടെ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നുള്ളതാണ്. നമ്മളതിങ്ങനെ നന്നായി വെതറിയിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലേക്കും എത്തും. മഞ്ഞൾപ്പൊടി വളരെ നല്ല വയറിന് വളരെ നല്ലതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉള്ളി നമ്മൾ ചതയ്ക്കണം. ഉള്ളി നമ്മൾ ചതയ്ക്കുന്നത് എത്രയോ നല്ലതാണ്. കുറച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം കഷ്ണങ്ങൾ മുറുക്കാനും ഉള്ളി ചതയ്ക്കാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറയാൻ പറഞ്ഞു. കുടുംബത്തൊരു പണിയെടുക്കാത്തവനാ. അപ്പം അമ്മ വീട്ടിലിരുന്ന് പറയണ്ടാവും, നമ്മളൊന്നൊരു ഉള്ളി മുറുക്കി തരാനോ നാളികേരം ചെരുകാനോ പറഞ്ഞ കേൾക്കാത്തവനാ. ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാ പണിയെടുക്കണമെന്ന് പറയും. അങ്ങനെ നമ്മൾ ഇതിൽ ഉള്ളി ഇട്ടിരിക്കുകയാണ്, ചതച്ച ഉള്ളി. ജീവിതം മുന്നോട്ട് പോകാൻ നമ്മളങ്ങനെ പല പല വേഷവിധാനങ്ങളും അണിയേണ്ട വരും. അങ്ങനെ നമ്മൾ ഉള്ളി ഇതിലേക്ക് ചതച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായ ഇഞ്ചി, ഗാർലിക്, സോൾട്ട്, ഏലക്ക, ഓരോന്നായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഉള്ളി ഇത് ഗാർലിക്കും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇടുന്നുണ്ട്. അത് നമ്മൾ ചതച്ചിട്ട് ഇടാൻ പോവുകയാണ്. ഞാൻ ഇഞ്ചി ചതയ്ക്കുന്നതിനേക്കാളും എന്ത് ക്രിയേറ്റീവായിട്ടാണ് ഏട്ടൻ ഇഞ്ചി ചതയ്ക്കുന്നത്. ചുമ്മാ തള്ളിയതാ. എന്നാലും ഇടയ്ക്ക് എനിക്ക് ഉള്ളി ചതയ്ക്കാൻ എന്നെ ഹെൽപ്പ് നളപാചകമാണെന്ന്. നളപാചകം. ദിസ് ഇസ് മൈ നളൻ. ഇഞ്ചി ഗാർലിക്കും ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഇനി ആവശ്യമായ ഉപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ കുറച്ച് ചേർക്കുന്നുണ്ട്, ബാക്കി നമുക്ക് വേണമെങ്കിൽ പിന്നെ കല്ലുപ്പിടുന്നോ വേണ്ടല്ലേ. ഷെഫിനെ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. ഷെഫ് ഒരു വിധത്തിൽ ഭയങ്കരമായ സ്നേഹത്തോടും ഐശ്വര്യത്തോടും കൂടിയിട്ടാണ് ഒരു ഭക്ഷണം പാകം ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കി പോയി അത് ഭക്ഷണത്തെ ബാധിക്കും. ഇനി ഭക്ഷണത്തിന് എന്ത് സംഭവിച്ചാലും അത് എൻ്റെ കുറ്റമല്ല കേട്ടോ. എനിക്ക് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ സോൾട്ട് നമ്മൾ ഏലക്കായ ഉപയോഗിക്കാൻ പോവുകയാണ്. ഒരെണ്ണം മതി. രണ്ടോട്ടോ മതി, ഒരുപാട് വേണ്ട, അത്രയൊന്നും വേണ്ട. നോക്കട്ടെ, ഇതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നോക്കണം. അങ്ങനെ നമ്മൾ ഇതും വെറുതെ ജസ്റ്റ് ഒന്ന് ഇടിച്ചിടാം. അപ്പോൾ അതിട്ടൊരു ഫ്ലേവർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഏലക്ക കഴിഞ്ഞിട്ട് കരയാമ്പൂവാണ്. കരയാമ്പൂ നമുക്ക് ഒരു ഗ്രാമ്പൂന്നാട്ടോ ഉദ്ദേശിച്ചത്. കരയാമ്പൂന്ന് ഏട്ടൻ പറയുന്നത്. ഗ്രാമ്പൂ അതിനൊന്നും ഉദ്ദേശിച്ചത് ഞാൻ പഠിപ്പിച്ചതെന്ന് കുട്ടിക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കരയാമ്പൂ എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താണാവുന്നത്. പക്ഷെ ചില സ്ഥലത്ത് അങ്ങനെ എനിക്കറിയില്ല. ഗ്രാമ്പൂ നമ്മളൊരു 4 എണ്ണം ഇട്ടിട്ടുണ്ട്. 4 എണ്ണൊന്നും വേണ്ടായിരുന്നു, 3 മതി. അത് എടാ, അത് ആ ഇൻഗ്രീഡിയന്റ് നമ്മൾ കണ്ടതില് പക്ഷെ അതില് 1/2 കിലോ മട്ടൺ ഉണ്ട്. നമുക്ക് അത്ര ഇല്ലല്ലോ, ടേസ്റ്റ് കൂടണ്ട.
പട്ട നമ്മൾ ഇതിൽ പൊടിച്ച് പൊടിക്കേണ്ട അല്ലാതെ പട്ട ഇട്ടിട്ടുണ്ട്. നമുക്കിനി പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് നോർമൽ ജീരകമാണ്. പെരിഞ്ജീരകം എൻ്റെ കയ്യിലുള്ള കഴിഞ്ഞു. അപ്പം പെരിഞ്ജീരകം ഇടുന്നുണ്ട്, നോർമൽ ജീരകം ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് അതില്ല. പകരം നമ്മൾ നല്ല ജീരകം ഇടുന്നു, സാധാ ജീരകം. ബേ ലീഫ് ഒരെണ്ണം നമ്മൾ അതിലേക്ക് ഇട്ടിരിക്കുന്നു. അത് കാണിക്കുക. ബേ ലീഫ് ഓപ്ഷണലാണ്, വേണം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മളതിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ഇട്ടോത്താം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ആവശ്യമായ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടി നമുക്കിതിൽ വലിയ മല്ലിയാണ് ഇടാൻ പറയുന്നത്. മീൻസ് ഫുൾ മല്ലി ഇല്ലേ, ഉണ്ടമല്ലി, അതാണ് ഇടാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടമല്ലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടി ഇടുന്നു. കുറച്ച് ഇട്ടാൽ മതി. നമ്മളിതാ കുറച്ച് മല്ലിപ്പൊടി. ഓക്കെ, നെക്സ്റ്റ് അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടിയിലേക്ക് കടക്കുകയാണ്. കുരുമുളക് നമ്മൾ പൊടി, മറ്റേ പാക്കറ്റ് പൊടി പൗഡർ ഉപയോഗിക്കരുത്. നമ്മളിതാ നല്ല കുരുമുളക് വേടിച്ച് അത് നമ്മൾ ഇതിലിട്ട് ചതച്ച് ഒട്ടിച്ച് കുറച്ച് മണി പുറത്ത് പോയി. കുരുമുളക് ഇപ്പൊ കുറച്ചിട്ടാ മതി. പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെയും കുറച്ചിട്ടാ മതി. കൈ വെക്ക് ഫുൾ. ഞാൻ ചതച്ചത്. ഇത് പിടിച്ചേ, ഇത് പിടിക്കേ. ഞാൻ ഷെഫിന്റെ കൈ കൊണ്ടാ നീ ഭക്ഷണം കഴിക്കാൻ പാടണോ? ഓക്കെ ഷെഫ്. ഇത് പിടിക്ക്, ഞാൻ ആക്കി തരാം. ഒരെണ്ണം ജനൽ വഴി താഴെ പോയിട്ടുണ്ട്. ഏട്ടാ നിക്ക്, ഞാൻ ആക്കി തരാം. ഇത് പിടിച്ച ജൂനിയറെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. അവര് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ? പിന്നല്ല. അങ്ങനെ ഞങ്ങൾ കുരുമുളക് ചതച്ചു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എല്ലാം കഴിഞ്ഞ് ബാക്കി നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ഇതിലോട്ട് ഇടാം. ഇത്ര ഇട്ടാൽ മതി ഇപ്പം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നെയും ചേർക്കാം. ഇപ്പൊ നമ്മള് കുരുമുളക് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം അതെടുത്ത് വായിച്ചോ, കഴിഞ്ഞു തോന്നുന്നു. ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് വെള്ളം, 2 കപ്പ് നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം. ഇതിൽ ഒഴിക്കാം. രണ്ട് കപ്പാണോ പറഞ്ഞത്? 4 കപ്പ്. ഓക്കെ, അര കിലോന് 4 കപ്പാണ് പറയുന്നത്. ഇത് 2 വെള്ളം കുറച്ചുള്ളത് നല്ലതാ. സൂപ്പ് അത്രയും മതിയാവും തോന്നുന്നു. ഇതിൽ നിന്ന് കുറച്ച് ഇറങ്ങുമായിരിക്കും, പക്ഷെ മീറ്റ് പോലെ അത്ര ഇറങ്ങില്ല തോന്നുന്നില്ല. അത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവരോട് എവിടെയെങ്കിലും കയറ്റിക്കാൻ പറയാം. അപ്പൊ വെള്ളം ഒഴിച്ചു. ഇനി എന്താ? ഇനി നമുക്ക് ഇത് കുറച്ച് നേരം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അടിക്കണം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് നമുക്കൊരു 10 വിസിലടിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം നന്നായിട്ട് വെച്ചത്. പിന്നെ ഫസ്റ്റ് ഫ്ലെയിം വരുന്നത് ഹൈ ഫ്ലെയിമിൽ അത് ശരിയാണ്. 10 ഫ്ലെയിമിന് ശേഷം നമ്മളൊരു 20 മിനിറ്റോളം അത് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രഷർ തുറന്ന് നമ്മൾ ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിച്ചിടാം. ഓക്കെ, അത് ഫസ്റ്റ് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഫസ്റ്റത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമ്മളെല്ലാം നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ലൈറ്റർ താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാൻ തീപ്പെട്ടി വേണം. അതെ, അവിടെ ഉണ്ട് ലൈറ്റർ. ഇന്നലെ പോയപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മൾ ശ്രദ്ധ ഓണാണോ? ഐശ്വര്യമായി നമ്മൾ എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി നമ്മൾ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ വിഭവമായ
മറ്റേ സൂപ്പ് നമ്മൾ വെക്കുകയാണ്. നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഇത് അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമില്, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 10 വിസിൽ വരുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും ഫ്ലെയിം കുറഞ്ഞ ഇതിൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് 10 വിസിലില്ല, ഇതൊരു ഒന്നാമത്തെ വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ 10 വിസിൽ വരുത്താം. ടിങ് ടിങ്. അതാ റെസിപ്പി എടുത്ത് പിടിച്ചേ. ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി? ബാലൻസ് കഴിഞ്ഞോ? ഇനി നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ കുക്കിംഗ്, അതായത് ഈ 10 വിസിലും മൊത്തം 11 വിസിലാവുമല്ലോ. ആ 11 വിസിലിന് ശേഷം 20 മിനിറ്റോളം നമ്മളിത് വെച്ചിരിക്കണം, ആ പ്രഷർ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് തുറന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കുരുമുളക് അതിൽ ക്രഷ് ചെയ്തിടും. ഒരു ടേബിൾ സ്പൂണോളം അതിൽ വീണ്ടും ഇടും. അതിനുശേഷം നമ്മളത് നന്നായി തിളപ്പിക്കണം. ആ തിളപ്പിക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കും. ഈ ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമ്മൾ തൊട്ടിപ്പുറത്തെ പാത്രത്തിൽ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ്, ഒരു 5-6 ഉള്ളി, അതായത് കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നമ്മളൊന്നിങ്ങനെ താളിക്കും. അതന്നെ ആ സാമാനം ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ നമ്മൾ അതിങ്ങനെ കാണിച്ചോണ്ടിരിക്കും. സവാള അല്ല, ഉള്ളി ഗോൾഡ് കളർ. ഉള്ളി ചെറിയ ഉള്ളി. അതങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് നമ്മുടെ സൂപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എല്ലാം മിക്സ് ആവും. കാരണം ഇതിൽ കിടക്കുന്ന ഉള്ളിയും അതിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൊഴു കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പ് ഈസ് റെഡി എന്ന് സ്വന്തം ഷെഫ് റീജൻ, ഇൻസ്പയർഡ് ബൈ ഷെഫ് അന്നപൂർണ. നമ്മളിതിൽ 10 അടി അടിച്ചില്ല, കാരണം 1/2 കിലോനാണ് 10 അടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊരു 6 അടി അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ 1 അടി, അങ്ങനെ മൊത്തം 7 അടിയാണ് അടിച്ചിരിക്കുന്നത്. ഇത് വെള്ളം പറ്റിയോ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിങ്ങോട്ട് പറ്റി വെച്ചിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. ഓ നല്ല സ്മെല്ല്, അടിപൊളി. എൻ്റെ പൊന്നോ, എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെയ്യൊന്ന് താളിച്ചിടാം. അതിന് നമുക്ക് ഈ പാൻ എടുത്താൽ മതിയോ? അല്ല, അതല്ല, ഞാൻ താഴെ നടത്തരാം. ഒരു മിനിറ്റ്. ഇത് നമ്മൾ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നത്. നമ്മൾ അടിച്ച സംഭവം ഇനി ഇവിടെ തിളപ്പിക്കുന്ന സമയം കൊണ്ട് ഇവിടെ നമ്മൾ നെയ്യിൽ ഇത് താളിച്ചിട്ട് ഇതിലിടും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളകും എക്സ്ട്രാ ഇട്ടിട്ട് ഒന്ന് ഇളക്കും. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് നെയ്യ് ആഡ് ചെയ്യുകയാണ്. ഏകദേശം നല്ല ചൂടായിട്ടുണ്ട്. ഇത് വെള്ളം ടിഷ്യൂ വേണം. കുറച്ച് അതല്ല നമ്മളതിലേക്ക് ഇതിന്റെ രീതി ഇങ്ങനെയാണ്. മാറിന്നോ ടൈമൊക്കെ ആയി. ഫ്ലെയിം കുറച്ചായിട്ടാ. ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇടും. ആവശ്യത്തിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളകും വേണം. അല്ല, ലാസ്റ്റ് തിളക്കുമ്പോൾ തന്നെ ഉപ്പിട്ടോ, എന്നാലും അതിൻ്റെ പെട്ടെന്ന് ബ്രൗണായി തുടങ്ങി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഷെഫ് റീജൻ 2024 എൻ്റെ ആദ്യത്തെ കുക്കിംഗ് അല്ല, എൻ്റെ മട്ടൺ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. 2024 ഇന്ന് എൻ്റെ ആദ്യത്തെ കുക്കിംഗ്. അതെ, എനിക്കാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ടേസ്റ്റ് നോക്കാൻ ഉള്ളൊരു വെമ്പൽ കൊള്ളുന്നുണ്ടല്ലേ. ടേസ്റ്റ് നോക്കി കഴിയുമ്പോൾ മാറിക്കോളും. ഭർത്താവിൻ്റെ റെസിപ്പി
ഓക്കെ ദെൻ ഇനി നെക്സ്റ്റ് എന്താണ് സ്റ്റെപ്പ്? ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയ വാട്ടൊക്കെ ആയിട്ടുണ്ട്, ഒരു ഗോൾഡ് കളർ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നല്ല ചൂടുണ്ടാവും, സോ ബി കെയർഫുൾ. ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കുറച്ച് കുരുമുളക് ഇടണം, സ്വല്പം മല്ലിയിലിടാം. നല്ലപോലെ ഇളക്കാം. ഇതിൻ്റെ അടിയിൽ നേരത്തെ വേവിക്കാനായിട്ടിരുന്ന ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുറച്ച് പൊടിച്ച് വെച്ചിരുന്ന കുരുമുളകുണ്ട്, ആ കുരുമുളക് കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് ഇളക്കുന്നുണ്ട്. ലാസ്റ്റ് മുകളിൽ ജസ്റ്റ് നമ്മൾ മല്ലിയില ഇടുന്നതായിരിക്കും. ഏകദേശം സംഗതി സെറ്റായിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് ഇന്നത്തെ ലഞ്ച് ഇതാണ്. ഇത് മാത്രമേ നമ്മളിന്ന് കഴിക്കുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ മല്ലിയില അരിഞ്ഞുതരാം. ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് മല്ലിയില ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ എന്താ പറയുക, സംഭവ ബഹുലമായ മട്ടൺ സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമാണ്. ഇത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമ്മുടെ ഫുഡ് ടെസ്റ്ററായ ശില്പ റൈജൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് സഹിച്ചു നിന്ന എല്ലാവർക്കും ഷെഫ് റൈജൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. എന്താ ഏതാണെന്ന് അറിയില്ലെങ്കിലും എല്ലാം വലിയ പീസാണ്. ചെറിയ പീസ് എനിക്ക് മറ്റേ ഇതുള്ള പീസ് വേണം. നോക്ക്. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ അടിയായിട്ട് സൈഡ് പിടി അവിടെ വെച്ചോ. എടുത്തിട്ട് ചൂടാണ്. സമാധാനത്തിൽ മിക്കി മൗസിന്റെ തലയായിട്ട് വന്നു. പൊള്ളിക്കാനല്ല പറഞ്ഞത്. കുറച്ച് ഉപ്പ് വേണം, വേറെ കുഴപ്പമൊന്നുമില്ല. നൈസ്, ഇഷ്ടപ്പെട്ടു. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നാവ് പൊള്ളിയ പിന്നെ ടേസ്റ്റ് ഒന്നും അറിയില്ല, മൊത്തം മരവച്ചിരിക്കും. സമാധാനത്തിൽ കഴിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. അപ്പോൾ അപ്പോൾ എല്ലാവരും ശരി, ടാറ്റ ബൈ, സീ യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.